ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 ഇറങ്ങി 10 ദിനങ്ങൾ പിന്നിടെയാണ് സിനിമ 1000 കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ 8 സിനിമകളാണ് 1000 കോടിക്ക് മുകളിൽ നേടിയതായിട്ടുള്ളത്. അതിൻ്റെ നമുക്ക് സ്റ്റാറ്റസും കാര്യങ്ങളും, അതേപോലെ പുഷ്പ ഏത് നിലയിലാണ് നിൽക്കുന്നത്, എവിടെ വരെ എത്തും എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പം 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൽക്കിയാണ്. 1042 കോടിയാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫുൾ കളക്ഷൻ, ഓവറോൾ കളക്ഷൻ വന്നിരിക്കുന്നത്. പത്താൻ 2 സിനിമകൾ 6ഉം 7ഉം പൊസിഷനിൽ നിൽക്കുന്നത് ഷാരൂഖ് ഖാൻ്റെ സിനിമകളാണ്. പത്താനും ജവാനുമാണ്. പത്താൻ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1050 കോടിയോളമാണ് സിനിമ ഫൈനൽ റണ്ണിൽ നേടിയിരിക്കുന്നത്. ജവാൻ 1148 കോടിയോളമാണ് ഫൈനൽ റണ്ണിൽ നേടിയിരിക്കുന്നത്. KGF ചാപ്റ്റർ 2 ആണ് സിനിമ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന 1250 കോടിയോളമാണ് സിനിമയ്ക്ക് ഓവറോൾ കളക്ഷൻ വന്നിരിക്കുന്നത്. RRR എന്ന ചിത്രമാണ് 1387 കോടിയോളം നേടി 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബാഹുബലി ടു ദ കൺക്ലൂഷൻ എന്ന സിനിമ 1810 കോടി നേടി 2ാം സ്ഥാനത്തും. ഒന്നാമത് നിൽക്കുന്നത് ദംഗൽ എന്ന ചിത്രമാണ് 2024 കോടി നേടിയിട്ടുള്ളത്. ഇതിനകത്തിൽ തന്നെ കൂടുതൽ ചിത്രങ്ങളും നമുക്ക് പ്രഭാസിൻ്റെയും അതേപോലെ തന്നെ ഷാരൂഖ് ഖാൻ്റെയും പേരിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് എന്നുള്ളത്. ഇതിനകത്തിൽ കൽക്കി, അതേപോലെ തന്നെ നമുക്ക് ബാഹുബലി, ഈ 2 ചിത്രങ്ങൾ രണ്ട് ചിത്രങ്ങൾ വീതമാണ് ഒന്ന് ഷാരൂഖ് ഖാനും അതേപോലെ തന്നെ പ്രഭാസിനും ഉള്ളത്. ആമീർ ഖാൻ്റെ ദംഗൽ 1ാം സ്ഥാനത്ത് 2024 കോടി നിൽക്കുന്നു. ഇനിയിപ്പോൾ പുഷ്പ 2വിൻ്റെ കളക്ഷനിലേക്ക് നമുക്ക് വരാം. പുഷ്പ 2വിൻ്റെ കളക്ഷൻ അവസാനമായി വന്ന ഒരു റിപ്പോർട്ട് നമുക്കറിയാം. 2 ദിവസങ്ങൾക്ക് മുന്നേ ആണ്. അതിന് ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ, അതായത് അല്ലു അർജുൻ്റെ അറസ്റ്റും കാര്യങ്ങളുമൊക്കെ വന്നു. അതിനുശേഷം അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 12-ന്, അതായത് 11ാം തീയതി വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന 1067 കോടിയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഇതുവരെ ഒരു ഫൈനൽ കളക്ഷനൊന്നും വന്നിട്ടില്ല. എന്തായാലും ആവറേജ് സിനിമയുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ വരെ സിനിമ 1150 കോടിക്ക് മുകളിലേക്ക് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. കേരളം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ തന്നെ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആയിരുന്നു കേരളത്തിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയുള്ള കാര്യവും. അതായത് ഈ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഈ 2 ദിവസങ്ങളിൽ സിനിമ 200 കോടിക്ക് മുകളിൽ, അതായത് ശനിയും ഞായറും കൊണ്ട് മാത്രമായിട്ട് 200 കോടിക്ക് മുകളിൽ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഓരോ മണിക്കൂറുമുള്ള ടിക്കറ്റ് ബുക്കിംഗ് പോകുന്നത്. മണിക്കൂറിൽ 50,000-ന് മുകളിൽ ഉള്ള ടിക്കറ്റാണ് ഇപ്പോൾ വിറ്റ് പോകുന്നത്. നമുക്ക് സാധാരണ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പോലും ഇത്രത്തോളം കാണാറില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ സിനിമയുടെ തുടർച്ചയായി ആദ്യ 4 ദിവസങ്ങളിലും മണിക്കൂറിൽ 100Kക്ക് മുകളിലുള്ള ടിക്കറ്റാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത്. ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്നലത്തെ വരെയുള്ള കളക്ഷൻ 1150 കോടി ആയിരിക്കുമെന്നും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഒരു 150 കോടി കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ പൊസിഷൻ ശരിക്കും 5ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. അത് KGF ചാപ്റ്റർ 2വിൻ്റെ താഴെയാണ് എന്നുള്ളതാണ്. ഇന്നത്തോടുകൂടി സിനിമ KGFനെ കവർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് മുന്നിൽ ഉള്ള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRR, അതേപോലെ തന്നെ ബാഹുബലി, അതേപോലെ ദംഗൽ, ഈ 3 സിനിമകളാണ്. RRR ഒരു പക്ഷേ ഈ ആഴ്ച തന്നെ, അതായത് ഈ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ RRRൻ്റെ കളക്ഷൻ സിനിമ കവർ ചെയ്യും. പിന്നീടുള്ളത് രണ്ടും വലിയ ഹെവി ടാസ്കുകളാണ്. പിന്നീട് 1800-ഉം 2000 കോടിയാണ് സിനിമയുടെ 1-2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. അപ്പോൾ 3rd സ്ഥാനം വരെയാണ് ഈ വീക്കിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ 2000 കോടി കവർ ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് സിനിമയ്ക്ക് കേരളത്തിലൊഴികെ വന്നിരിക്കുന്നത്. ഒപ്പം അമ്മാതിരി കളക്ഷനാണ്, വളരെ റെക്കോർഡ് വേഗത്തിലാണ് സിനിമ 1000 കോടിയൊക്കെ കടന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ലോങ് റൺ ആണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ 2000 അല്ല 2500 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയുടെ കളക്ഷൻ 2000 കോടിക്ക് മുകളിലേക്ക് കടക്കും? അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് ഇതിൻ്റെ ഫൈനൽ കളക്ഷനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രീൻ മീഡിയാസ്.